ഇത് സംഗമോത്സവം. ഓ ദിൽറുബാ ഇത് സംഗമോത്സവം. നിന്റെ അഴകിലേ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും NSK രാഗപരിചയത്തിലേക്ക് സുസ്വാഗതം. ഞാൻ നിലമ്പൂർ സുനിൽ. ഇന്ന് NSK രാഗപരിചയത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന രാഗം ഹേമവതി. 58ാമത് അമ്മ രാഗമാണ് ഹേമവതി. ഹൈമവതി എന്നും ഈ രാഗത്തെ പറയുന്നു. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുശ്രുതി ധൈവതം, കൈശികി നിഷാദം ഇവയാണ് സ്വരസ്ഥാനങ്ങൾ. പക്ക ക്ലാസിക്കലായിട്ടുള്ള ഒരു രാഗമാണ് ഹൈമവതി. അമ്മ രാഗമാണെങ്കിലും അധികം പ്രശസ്തമല്ലാത്ത ഒരു രാഗമാണ് ഹൈമവതി. കച്ചേരികളിൽ ഇത് ധാരാളമായിട്ട് ഉപയോഗിച്ച് കാണുന്നു. സിംഹാരവം, ദേശി സിംഹാരവം എന്നിങ്ങനെയാണ് ഹൈമവതിയുടെ പഴയ പേര്. ദീക്ഷിത സമ്പ്രദായത്തിൽ ഈ പേരിലാണ് അറിയപ്പെടുന്നത്. 22ാമത് അമ്മ രാഗമായ ഘരഹരപ്രിയയുടെ പ്രതിമധ്യമ രാഗം കൂടിയാണ് ഹൈമവതി. പാശ്ചാത്യ സംഗീതത്തിൽ ഉക്രേറിയൻ ഡോറിയൻ സ്കെയിൽ എന്നാണ് ഈ രാഗം അറിയപ്പെടുന്നത്. വളരെ പ്രത്യേകതയുള്ള ഈ അപൂർവ രാഗം നാദസ്വരം അതുപോലെ മറ്റുള്ള ഇൻസ്ട്രുമെൻസുകളൊക്കെ വായിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് വാഗ്ഗേയകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. 10ാമത്തെ ചക്രമായ ദേശി ചക്രത്തിലെ ഈ രാഗത്തിന് ധാരാളം ജന്യരാഗങ്ങളുണ്ട്. ഹേമാംബരി, ഹേമപ്രിയ, യാഗിനി, മധു കൗൺസ് ഇതൊക്കെ ഈ രാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ജന്യരാഗങ്ങളാണ്. പാശ്ചാത്യ സംഗീതം പഠിക്കുന്നവർക്കും ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുന്നവർക്കും വേണ്ടി ഈ രാഗത്തിൻ്റെ വെസ്റ്റേൺ നോട്ട്സ് സി, ഡി, ഡി മൈനർ, എഫ് മൈനർ, ജി, എ, ബി മൈനർ. ഈ രാഗത്തിൽ പ്രധാനമായിട്ട് വരുന്ന കോഡുകൾ പറയുന്നു. സി മൈനർ, ഡി മേജർ, ഇ ഫ്ലാറ്റ് മേജർ. പാട്ടുകൾക്കനുസരിച്ച് കോഡുകളിൽ നേരിയ വ്യത്യാസങ്ങളുണ്ടാവും. എന്നിരുന്നാലും പ്രധാനമായിട്ടും ഹൈമവതിയിൽ വരുന്ന കോഡ്സുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ഹൈമവതി എന്ന ഈ അത്യപൂർവമായ അമ്മരാഗത്തിൽ അധികം ഗാനങ്ങളില്ലെങ്കിലും ധാരാളം കീർത്തനങ്ങൾ ഈ രാഗത്തെ ധന്യമാക്കുന്നു. ദീക്ഷിതരുടെ ശ്രീ കാന്തിമതി, മധുരാംബികായാം, ഹൈമവതിയും ഹരിയുവതിയും ഇതെല്ലാം ഈ രാഗത്തിലെ പ്രധാനപ്പെട്ട കൃതികളാണ്. അതുപോലെ തന്നെ വീണ കുപ്പയരുടെ പാലിമ്പവേ നന്നു, മുത്തയ്യ ഭാഗവതരുടെ മന്ത്രിണി മാതംഗതനയെ, പാപനാശം ശിവന്റെ ചിദംബരനാഥ, മുത്തുതാണ്ഡവയരുടെ ശിവന്ത പാദത്തെ ഇതെല്ലാം മറ്റു പ്രശസ്തമായ വാഗ്ഗേയകാരന്മാരുടെ കൃതികളാണ്. നമുക്ക് മധുരോദരമായ ഗാംഭീര്യമുള്ള ക്ലാസിക്കൽ സ്പർശം കൂടുതലുള്ള ഹൈമവതി രാഗത്തിൻ്റെ ആലാപനത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. സരിഗമ പധനി സാ സാനിധാപ മഗരി സ തദരി ആന ആന ഹരിന. ശിവന് കിളയ സേയസവേ സിലംബനെ നീ വാവാ, ശിവന് കിളയ സേയസവേ സിലംബനെ നീ വാവാ, ശിവന് കിളയ സേയസവേ സിലംബനെ നീ
വാ വാ சிவனுக்கிளைய சேயசோவே சிலம்பனே நீ വാ. വിശ്വനാഥ ശാസ്ത്രിയുടെ അതിമനോഹരമായ ഒരു കൃതിയാണിത്. ശ്രീ കാന്തിമതിം ശങ്കര യുവതിം ശ്രീ കാന്തിമതിം ശങ്കര യുവതിം. അതിമനോഹരമായ മറ്റൊരു കൃതിയാണ് ഹൈമവതിയിലുള്ള ദീക്ഷിതരുടെ ഈ കൃതി. ഇതുപോലെ കീർത്തനത്തിന് സമമായിട്ട് നമ്മളുടെ മഹാസംഗീതജ്ഞൻ ഭക്തിഗാനോപാസകനായ TSC ഒരു ഗാനം ചെയ്തിട്ടുണ്ട്. അത് അയ്യപ്പ ഗീതങ്ങളിലാണുള്ളത്. ദാസേട്ടനാണ് അത് പാടിയിരിക്കുന്നത്. ശ്രീദേവദേവസുതം ദേവം പ്രണമാമ്യഹം ശ്രീദേവദേവസുതം ദേവം പ്രണമാമ്യഹം ശ്രീശബരീശം ശ്രീശൈലേശം ശ്രീദേവദേവസുതം ദേവം പ്രണമാമ്യഹം ദേവം പ്രണമാമ്യഹം. അതിമനോഹരമായ ഒരു കീർത്തനത്തിന് സമമായ ഒരു ഗാനമാണിത്. ഹൈമവതി രാഗം ഇത്തിരി അപൂർവമാണെന്ന് ഞാൻ പറഞ്ഞു. ക്ലാസിക്കൽ ധാരാളം നിറഞ്ഞു നിൽക്കുന്ന ഈ രാഗത്തിൽ പാട്ടുകൾ വളരെ കുറവാണ്. ഈ രാഗത്തിൻ്റെ ഭാവതലങ്ങൾ ഉൾക്കൊണ്ട് പാട്ടുകൾ ചെയ്യാനുള്ള പ്രയാസമായിരിക്കാം ഒരുപക്ഷെ നമ്മളുടെ സംഗീത സംവിധായകരെ ഈ രാഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ഏതായാലും നമുക്ക് കുറച്ച് ഗാനങ്ങളെ ഈ രാഗത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. ആ ഗാനങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. വലിയ സംഗീതജ്ഞനായ ദേവരാജൻ മാഷ് ഈ രാഗത്തിൽ മധുരോധരമായ ഒരു ഗാനം ചെയ്തിട്ടുണ്ട്. അത് മുലനേഷ് സാറിൻ്റെ വരികളാണ്. സുലളിത പദവിന്യാസം സുമസമമൃദു പത്മാസ്യം മദനഹൃദയ പരവേശം നടന സദന പരിതോഷം സുലളിത പദവിന്യാസം. മനോഹരമായ ഒരു ഗാനമാണിത്. നൃത്തരംഗമാണ്. നമ്മളുടെ പ്രിയപ്പെട്ട നായിക ശ്രീദേവിയാണ് ഈ രംഗത്തെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി വിദ്യാസാഗർജിയും കൈതപ്രത്തിൻ്റെയും കൂട്ടുകെട്ടിൽ ഒരു ഗാനം ഹൈമവതി രാഗത്തെ ബേസ് ചെയ്തിട്ടുണ്ട്. മനോഹരമായൊരു സിനിമയാണ്. അതും അഴകിയ രാവണനാണ്. ഓ ദിൽറുബ ഇത് സംഗമോത്സവം, ഓ ബാദുഷാ ഇത് സ്വർഗസംഗമം, നിന്റെ അഴകിലേ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണ് ഞാൻ. മറ്റൊരു സുന്ദരമായ ഗാനമാണ്. ശ്യാം സാറിൻ്റെ സംഗീതമാണ്. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികളാണ്. നമ്മളുടെ വാണിയമ്മയും ജയചന്ദ്രനും പാടിയതാണ്. അത് ആദ്യം വരുന്ന ഭാഗമാണ് ഹൈമവതി. അതൊരു രാഗമാലികയാണ്. പിന്നെ ജയചന്ദ്രൻ സാർ പാടുന്നത് മോഹനരാഗത്തിലാണ്. പാൽ പൊഴിയും മൊഴി പർവ്വത നന്ദിനി പരമേശ്വരനെ തപസ്സു ചെയ്തു, ഉത്തരായനം തുടങ്ങി തളിരോടു പൂക്കൾ ചൂടി മുക്തഹാസം ചാർത്തി നിന്നു വസന്തലക്ഷ്മി. പാൽ പൊഴിയും മൊഴി. മനോഹരമായ ഒരു ഗാനമാണ് ഇത്. ഇതും കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം. അതുപോലെ നമ്മുടെ ദാസേട്ടൻ്റെ സംഗീതമാണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മുടെ സുശീലാമ്മ പാടിയ മനോഹരമായ ഒരു ഗാനം വ്യത്യസ്തമായി ഹൈമവതിയിൽ ചെയ്തൊരു ഗാനമാണ്.
പൂമുകിലൊരു പുഴയാകാൻ കൊതിച്ചു, പുഴയായി പൊൻപുഴയൊരു മുകിലാകാൻ കൊതിച്ചു, മുകിലായി മുകിലൊരു പുഴയാകാൻ കൊതിച്ചു. അതേപോലെ തന്നെ അർജുനൻ മാഷിൻ്റെ സംഗീതത്തിൽ TV ഗോപാലകൃഷ്ണൻ്റെ വരികളാണ് ജാനകിയമ്മ പാടിയ ഒരു വ്യത്യസ്തമായ ഗാനം. ഇതും ഹൈമവതി രാഗത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരല്പം ശോകരസം കൂടി കലർന്ന ഒരു ഗാനമാണിത്. രാത്രി ശിശിരരാത്രി രക്തനക്ഷത്രമിഴികളിലെന്തേ തപ്തബാഷ്പബിന്ദുക്കളോ നീയും കരയുകയോ കരയുകയോ രാത്രി ശിശിരരാത്രി. ആവണിത്താലം എന്ന മനോഹരമായ ഒരു ആൽബത്തിൽ നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ രവീന്ദ്രൻ മാഷ് ഒരു ഗാനം ചെയ്തിട്ടുണ്ട്. അത് ചൊവ്വലകൃഷ്ണൻകുട്ടി സാറിൻ്റെ വരികളാണെന്നാണ് എൻ്റെ ഓർമ്മ. അതും ഒരു രാഗമാലികയാണ്. അതിൻ്റെ ആദ്യം വരുന്നത് അത്യപൂർവ രാഗമായ ലവങ്കിയാണ്. അതിനുശേഷം പിന്നീട് വരുന്നത് ഹൈമവതി രാഗമാണ്. എഴുത്തച്ഛൻ കൊളുത്തിയ വിളക്കിനു മുൻപിൽ ഇലയിട്ടു പോയത് നമ്പ്യാരല്ലോ, ആശാൻ വള്ളത്തോൾ ഉള്ളൂരും, ആശാൻ വള്ളത്തോൾ ഉള്ളൂരും വിഭവങ്ങൾ അമൃതത്തിനായി ഒരുക്കിയല്ലോ. പ്രിയപ്പെട്ടവരെ, ഗാനം വളരെ വളരെ കുറവാണ് ഈ അത്യപൂർവ രാഗമായ ഈ അമ്മ രാഗമായ ഹൈമവതിയിൽ. തമിഴ് സംഗീതത്തിലേക്ക് പോയാലും അധികം ഗാനങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. എങ്കിലും ചില ഗാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി. ഹാരിസ് ഇളയരാജിൻ്റെ സംഗീതത്തിൽ വൈരമുത്തുവിൻ്റെ വരികളിലുള്ള അതിസുന്ദരമായ ഒരു ഗാനമാണ് മഴை മഴை என் உலகத்தில் வருகின்ற முதல் மழை நீ முதல் மழை அலை அலை என் இதயத்தில் அடிக்கின்ற முதல் அலை நீ முதல் அலை என்ன திண்மை என்று வன்மை எந்த பெண்ணும் அதிசய வெண்களும் போக போக புரிகின்ற போர்க்களம் ஒன்று செய் இப்போது உன் நெஞ்சை இடையை மழை மழை என் உலகத்தில் வருகின்ற முதல் மழை നീ മുതൽ മഴ. ശ്യാമിൻ്റെ സംഗീതത്തിൽ ജോളി അബ്രഹാം പാടിയ ഒരു ഗാനമുണ്ട്. ഒരു പാർവൈ പാർത്താൽ എന്ന ഉനക്കിന്നും കോപമെന്ന கலை வண்ணம் கண்ணில் கொண்டாய் திளை என்று நீயே நின்ற இளமை முழுதும் எழுதிய அழகே ഒരു പാർവൈ പാർത്താൽ എന്ന. മനോഹരമായ ഒരു ഗാനം. ഞാൻ പറഞ്ഞു ഈ രാഗത്തിൽ നാദസ്വരമൊക്കെ വായിക്കാൻ വളരെയധികം സുന്ദരമാണെന്ന്. നാദസ്വരത്തിൻ്റെ പശ്ചാത്തലത്തോടു കൂടി ഉള്ള ഒരു രംഗമാണിത്. ഈ ഗാനം കേട്ടില്ല തീർച്ചയായിട്ടും കേൾക്കണം. നമ്മുടെ ഇളയരാജ സാറിൻ്റെ സംഗീതം, ചിത്രചേച്ചിയുടെ ആലാപനമാണ്. മനം പോലെ മാംഗല്യം വായ്ത്തിടും സുന്ദരി പല്ലാണ്ട് വാണിയവേ. അതേപോലെ മറ്റൊരു ഗാനമാണ് ബാലചന്ദർ, വി കുമാർ എന്നിവരുടെ കൂട്ടുകെട്ടിൽ സുന്ദരമായൊരു ഗാനമാണത്. ആണ്ടവനിൻ തോട്ടത്തിലെ അഴക് സിരിക്കിത് ആദായം ഭൂമിയെങ്കും ഇളമൈ സിരിക്കിത്. ആണ്ടവനിൻ തോട്ടത്തിലെ അഴക് സിരിക്കിത്. അതുപോലെ MS വിശ്വനാഥൻ സാറിൻ്റെ സംഗീതമാണ്. കോഴിയൊരു കൂട്ടിലെ സേവലൊരു കൂട്ടിലെ കോഴിക്കുഞ്ച് രണ്ടും ഇപ്പോൾ അൻപില്ലാതെ കാട്ടിലെ. കോഴിയൊരു കൂട്ടിലെ സേവലൊരു കൂട്ടിലെ കോഴിക്കുഞ്ഞ് രണ്ടും ഇപ്പോൾ അൻപില്ലാതെ കാട്ടിലെ. ഡി ഇമ്മൻ്റെ സംഗീതത്തിൽ യുഗഭാരതിയുടെ വരികളിലും മനോഹരമായ ഒരു ഗാനമുണ്ട്. അയ്യയ്യോ ആനന്ദമേ
നെഞ്ചുക്കുള്ളേ ആരംഭമേ 100 கோடி வானவில் மாறி மாறி சேருதே காதல் போடும் தூரலில் தேகமூழ்கி போகுதே ஏதோ ஒரு ஆசை வா வா கதை பேசை ஐயையோ ആനന്ദമേ നെഞ്ചുക്കുള്ളേ ആരംഭമേ. ഭക്തിഗാന ശാഖയിലേക്ക് പോയാലും ഹൈമവതിയിൽ അധികം ഗാനങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇത്തിരി പ്രയാസമാണ് ഹൈമവതിയുടെ രാഗഭാവം ഉൾക്കൊണ്ട് ഗാനങ്ങൾ ചെയ്യാൻ. അതായിരിക്കാം നമ്മുടെ സംഗീത സംവിധായകരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. എങ്കിലും ഭക്തിഗാനോപാസകനായ നമ്മുടെ എല്ലാവരുടെയും ആരാധ്യനായ ശ്രീ TS രാധാകൃഷ്ണൻ സാറ് ചെമ്പട്ട് എന്ന ആൽബത്തിൽ ഗണപതിയെ ഗുണനിധിയെ എന്നൊരു ഗാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ കർപ്പൂര ജ്യോതി എന്ന ആൽബത്തിൽ ഓട്ടുമണികൾ എന്ന് തുടങ്ങുന്ന ഒരു ഗാനവും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മധുരോദരമായ ഒരു ഗാനത്തിൻ്റെ ഒരൽപ്പം. ഘൃതാഭിഷേക പ്രഭും വിഭും ശ്രുതജനപാലകം ഹരിഹരാത്മജം വിഭും സുരവൃന്ദപൂജിതം ശൈലാദ്രിനാഥം കലികന്മഷനാശനം ഇഷ്ടവരദായകം ശിഷ്ടവൃന്ദ പൂജിതം ശ്രീദേവദേവസുതം ദേവം പ്രണമാമ്യഹം ദേവം പ്രണമാമ്യഹം. പാട്ടുകളേറെ കുറവുള്ള, കീർത്തനങ്ങൾ ധാരാളമുള്ള, കച്ചേരികളിൽ സുലഭമായി ഉപയോഗിക്കുന്ന ഹൈമവതി എന്ന ഈ രാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. ഈ രാഗത്തിൻ്റെ അന്തസ്സത്തെ അറിയുവാൻ ഈ രാഗത്തിലെ കീർത്തനങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക, ഉള്ള ഗാനങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക, പുതിയ ഗാനങ്ങൾ കണ്ടെത്തി കമൻറ്റിലൂടെ അറിയിക്കുക. അത് ഏറെ സന്തോഷം നൽകുന്നു. NSK രാഗപരിചയത്തിൽ സംഗീതത്തിൻ്റെ പുത്തൻ വിഭവങ്ങളുമായി വീണ്ടും കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നിലമ്പൂർ.